ഇവിടെ ശബരിമലയിലേക്ക് പിണറായി വിജയൻ പോയപ്പോൾ തന്നെ അയ്യപ്പ ഭക്തർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. കാരണം അയ്യപ്പനിലേക്ക് മീശമാധവൻ വിഗ്രഹത്തേക്ക് നോക്കിയതുപോലെയാണ്. സാധനം പൂന്ന് ഉറപ്പായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിക്കുന്നതിൽ ശ്രദ്ധക്കുറവ് പറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു ആക്ഷേപം പറഞ്ഞു, ഏതോ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു, മീശ മാധവൻ. ആ സിനിമയിൽ തന്നെ വേറെ ചില രംഗങ്ങളുണ്ട് കേട്ടോ. സരസുവിൻ്റെ അടുത്ത് രാത്രിയിൽ നമ്മുടെ റേഷൻ കടക്കാരൻ പോകുന്നതും പിന്നെ അവിടെ വെച്ച് മീശ മാധവൻ പിടിക്കുന്നതും കൂടെ ഓർമ്മിക്കണം. തൃശ്ശൂരിലെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നിട്ട് അപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ ഉദാഹരണം വേറെ ചിലർക്കിട്ടും കൊള്ളുന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആ മീശ മാധവൻ യഥാർത്ഥത്തിൽ സ്വർണം കട്ടയാളല്ല, വിഗ്രഹം കട്ടയാളല്ല, കട്ടയാൾ വേറെ ആളായിരുന്നു എന്ന കാര്യം ആ സിനിമയിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് മീശ മാധവന്റെ കഥയൊന്നും ഇങ്ങോട്ട് പറയണ്ട. അല്ല, അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് പറയണം. അദ്ദേഹം ഒരുപക്ഷെ മീശമാധവനത്തെ ആ രംഗത്തിലൂടെ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പി ശശിയെയോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ തന്നെ വൈശാഖനെയോ അല്ലെങ്കിൽ ഗോപി കുട്ടമുറിക്കലിനെയോ അല്ലെങ്കിൽ പാലക്കാട്ടും എറണാകുളത്തും ഒക്കെയുള്ള മറ്റ് നേതാക്കളൊക്കെ ആയിരിക്കും അത് ഉദ്ദേശിച്ചത്. അതായിരിക്കും അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു.